ഹായ്. ഗുഡ് മോർണിംഗ്. അഗൈൻ വൺ മോർ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ UK-യിൽ നിന്ന് പോന്നിട്ട് 52ാം ദിവസമാണ്. അതായത് ചൈനയിലെ 17ാം ദിവസം അല്ലേ? 17ാം ദിവസവും പിന്നെ ലാസ്റ്റ് ഡേ ഓഫ് ചൈന. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നേപ്പാളിലോട്ട് കിടക്കും. ഓക്കെ, നമ്മൾ നേപ്പാൾ ഉള്ള യാത്രയിലാണിപ്പോൾ. അപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ ലാസ്റ്റ് താമസ സ്ഥലത്ത് നിന്ന് നമുക്ക് എത്ര മൈലുണ്ട്? 25 കിലോമീറ്റർ ഉണ്ട് ദൈർഘ്യം. അപ്പോൾ നമ്മളിവിടെ നിൽക്കുക. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ചൈന ബോർഡറിലേക്ക് ഇങ്ങനെ ക്യൂ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം വണ്ടികളെല്ലാം കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ മീൻസ് നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമുക്ക് നേപ്പാളിൽ വിസ കിട്ടാനായിട്ട് എത്ര ദിവസം എടുക്കും? തിരക്കാണെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ഓക്കെ. ലക്കിയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കാഠ്മണ്ഡു ചെല്ലാൻ പറ്റും. ഓക്കെ. അപ്പം വിസ ഞങ്ങൾ ഓൾറെഡി എടുത്തതാണ്. പക്ഷേ നമുക്കൊരു സ്റ്റാമ്പ് അടിക്കണമെങ്കിൽ നമുക്ക് ബോർഡറിലേ ഉള്ളൂ. നമ്മൾ UK-യിൽ പോകുന്നപ്പം വിസ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അത് സ്റ്റാമ്പ് അടിക്കണമെങ്കിൽ ബോർഡറിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ പറ്റുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി തിരക്കാണെങ്കിൽ നാളെ പറ്റുകയുള്ളൂ, തിരക്കില്ലെങ്കിൽ ഇന്ന് തന്നെ പറ്റും. ഓൾറൈറ്റ്. അപ്പം ദേ നമുക്ക് ചുറ്റുമുള്ള ഈ സ്ഥലം കൊണ്ടൊന്ന് കാണാം. അതെ, അപ്പം നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരുടെയും വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവരെല്ലാവരും ദുബായ് ബ്രദേഴ്സാണ്. ദുബായ് ബ്രദേഴ്സ്. ഹായ് ദുബായ് ബ്രദേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് അല്ലേ? നാളെ നേപ്പാളിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ല, നിങ്ങളാണ് ഭൂട്ടാൻ പോകുന്നു പറഞ്ഞേ? ഭൂട്ടാനിലേക്ക് പോകുന്നു? ഇല്ല ക്യാൻസലാവും. ഓക്കെ. അപ്പം എന്താ ഇവരൊക്കെയാണ് നമ്മുടെ ചങ്സുകൾ, ദുബായ് ചങ്സുകൾ. അവിടെ ഇത് നമ്മുടെ അടുത്ത വണ്ടി. അത് നമ്മുടെ നിസാർക്കാട് വണ്ടി. നമ്മുടെ ബൈക്കാരൊക്കെ എന്ത് ചെയ്യും? ബൈക്കാരൊക്കെ ഫ്രണ്ടിലാന്ന് തോന്നുന്നു അല്ലേ? ബൈക്കാരെല്ലാം ഫ്രണ്ടിലാണ്. യെസ്. അപ്പോൾ നേപ്പാൾ ബോർഡറിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. എല്ലാവരും വണ്ടി, ഞങ്ങളെല്ലാവരും വണ്ടി ഇവിടെ ക്യൂ കിടക്കുകയാണ്. ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടികളെല്ലാവരും ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. ബാക്കി നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയാണ് ഈ കാണുന്നതെല്ലാം. അതിനോട് കൂടിയുള്ള ഒപ്പമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വാവ്, എവിടെയാണ്? അവിടെ അതവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ഞങ്ങളിപ്പം നേപ്പാൾ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ മൗണ്ടൻ ഏരിയ ആണ്. മുഴുവൻ കണ്ണെത്താ ദൂരത്തിലുള്ള മലകളാണ്. വളരെ മനോഹരമായ മൗണ്ടനാണ് മുഴുവൻ. നേപ്പാളിൻ്റെ ബോർഡറിലോട്ടുള്ള ദുർഘടം പിടിച്ച വഴിയാണിത്. കലാമറ്റ് കൊണ്ടായിരിക്കാം വഴികളെല്ലാം പോയത്. പക്ഷേ വൺ വേ ആയിട്ട് ഞങ്ങളിപ്പോഴും ഓൺ ടൈമിങ് തന്നെയാണ്. 10 മണിക്ക് അവിടെ ചെല്ലണം. പക്ഷേ ഇനി 3.4 കിലോമീറ്ററേ ഉള്ളൂ. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. റോഡുകളൊക്കെ കണ്ടിട്ട് സാറ് കാർ ഡ്രൈവ് ചെയ്യുന്നു. വ്യക്തമായി ഇനി
എനിക്കൊരാശ്വാസം വീട് വരെ ബൈക്ക് സീറ്റ് എടുത്ത് വണ്ടി ഇരിക്കാം ഇറക്കി വിട്ടില്ലെങ്കിൽ. ഏതായാലും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിർത്തിയട്ടെ. വഴിയെല്ലാം ബോർഡറിൻ്റെ അടുത്തുള്ള വഴിയാണ്, ബോർഡറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, നേപ്പാൾ ബോർഡറിലേക്ക് ചൈനയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ വഴിയെല്ലാം പോയി കിടക്കുകയാണ്. അരിയോഹര സർവനാശമായി. മുകളിൽ ആ കാണുന്നതാണ് വഴി, അത് ബ്ലോക്ക് ചെയ്തിട്ട് താഴെ പണി നടക്കുകയാണ്. അരിയോഹര സ്വാമിയേ ശരണയ്യപ്പ. അങ്ങനെ ഇത് നമ്മൾ ചൈനയിൽ നിന്നും നേപ്പാൾ ബോർഡറിലേക്കുള്ള വഴിയാണ്. വഴിയെല്ലാം മോശമായി കിടക്കുകയാണ്, പണി നടക്കുന്നു. നാച്ചുറൽ കലാമിറ്റിയിൽ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് ഇതേ മുകളിൽ കാണാം. ഇവിടെ ചുറ്റും ഇഷ്ടംപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വഴി കിടക്കുന്നത് കണ്ടുകൊണ്ട് ഭയങ്കര കഷ്ടം. ഇതാണ് വഴിയുടെ അവസ്ഥ. എനിക്ക് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? 3 കിലോമീറ്ററോ? അതാണ് 3 കിലോമീറ്റർ കാണുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വഴി. ചുറ്റും മലകളാണ് ചെല്ലുന്നത്, ചുറ്റും മലകൾ, അതിഭയങ്കരമായ മലകളാണ് ചുറ്റുമുള്ളത്. വഴി ഉണ്ടാക്കി പോകുകയാണെന്ന് അറിയാൻ പാടില്ല, അതേ അവസ്ഥയാണ്. ചെളി കഴിഞ്ഞ സംഘാട്ട് ഒരു മഴ പെയ്തു, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഓഫ് റോഡും പോയിക്കൊണ്ടിരിക്കുന്നു. റോഡ് കംപ്ലീറ്റ് പോയി. അതിന് കുറച്ച് ഫോട്ടോ എടുത്തോട്ടോ. ഞാൻ എടുക്കാം, ഫോട്ടോ എടുക്കണം. ഞാൻ ഫോട്ടോ മറന്നുപോയി, വീഡിയോ എടുത്തോളൂ. ലെഫ്റ്റ് റൈറ്റ് മലയെ കാണിച്ചു. പോകുന്ന വഴിയിലെല്ലാം വഴിപ്പണി ആവശ്യത്തിലേറെ ഉണ്ട്.
അതുകൊണ്ട് വഴി ബ്ലോക്ക് ചെയ്ത് ഇത് ഇനി ഈ കോൺക്രീറ്റ് മൊത്തം വഴിയിട്ടതിന് ശേഷം മാത്രമേ ഇനി പോക്ക് നടക്കുകയുള്ളൂ. ഇതുപോലെ പലയിടത്തും കഴിഞ്ഞു, പലയിടത്തും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ താണ്ടി സമയം എടുക്കും നിന്നും ചെല്ലാനായിട്ട്.